എന്റെ അനിയൻ എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം, മാറാട് കലാപം നടന്നത് കേരളത്തിലാണ്. BJP അല്ല ഭരിച്ചത്. BJP ഭരിച്ചിട്ടല്ല മാറാട് കലാപം നടന്നത്. പിന്നെ ഇവിടത്തെ മതേതരത്വം എന്ന് പറഞ്ഞാൽ, ഇല്ല ഉത്തരം പറഞ്ഞോട്ടെ, ചോദ്യം ചോദിച്ചിട്ട് കൂവിയിട്ടൊന്നും കാര്യമില്ല, മറുപടി പറഞ്ഞിട്ടേ പോവുള്ളൂ. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 12 വർഷമായി. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് മതകലാപം നടന്നിട്ടില്ല. മതകലാപം എവിടെയും നടന്നിട്ടില്ല. ശാന്തിയോടെ സമാധാനത്തോടെ തന്നെയാണ് പോകുന്നത്. ഇവിടെ മതകലാപം ഉണ്ടാവാതെ, എല്ലാ ബോംബ് സ്ഫോടനത്തിന്റെ ഭയമില്ലാതെ ജനങ്ങൾ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നെ ഇവിടെ മതത്തിന്റെ പേരിൽ വർഗീയതയൊക്കെ പറയുമ്പോൾ, ക്ഷേത്രങ്ങളിൽ ഹിന്ദു വിശ്വാസികൾ മാത്രം, ഞങ്ങൾ പറയുമ്പോൾ നമ്മൾ വർഗീയവാദിയാണ് സമ്മതിച്ച്, നമ്മൾ ഒരു വർഗം ഉണ്ട് ആണ്. BJP വർഗീയവാദിയാണെന്ന് സമ്മതിച്ചു. നെയ്യാറ്റിൻകരയിലെ മണ്ണിൽ BJP വർഗീയവാദിയാണെന്ന് സമ്മതിച്ചു. നെയ്യാറ്റിൻകരയിലെ ക്രിസ്ത്യാനിയും മുസൽമാനും എങ്ങനെ വർഗീയവാദികൾക്ക് എങ്ങനെ വോട്ട് ചെയ്യും? ഇപ്പൊ ഇയാൾ മൈക്ക് ഓഫ് ചെയ്യും. കാരണം വർഗീയവാദിയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയും. നമ്മള് ഇന്ത്യൻ ജനത, ഭാരത വർഗം, അങ്ങനെ ഒരു വർഗം ഉണ്ട്. ആ വർഗത്തിന്റെ കൂടെയാണുള്ളത്. ആ വർഗം ഞങ്ങൾ തൊഴിലാളി വർഗം. ഞങ്ങൾ തൊഴിലാളി വർഗം. ഭാഗമാണ്. നിങ്ങൾ ഏത് വർഗത്തിന്റെ ഭാഗമാണ്? നിങ്ങളുടെ വർഗം ഞാൻ പറയാം. അതായത് ഇവിടെ കേരളത്തിന്റെ മതേതരത്വക്കാരൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോവുക, ഹിന്ദു ക്ഷേത്രത്തിന്റെ ഭരണസാരഥ്യം വഹിക്കാം, അവിടുത്തെ ഖജനാവിനെ ഭരിക്കാം, അത് സൗകര്യമുള്ളപ്പം കട്ടളപ്പാടിയും കഥവും തിരുവാഭരണം വരെ അടിച്ചോണ്ട് പോകാം. അതെല്ലാം ചെയ്തിട്ട് അമ്പലത്തിൽ പൂജ നടക്കുമ്പോൾ ഇതനാവശ്യമാണ്. അമ്പലത്തിൽ പൂജ നടക്കുമ്പം മസിൽ പിടിച്ച് കയ്യും കെട്ടി നിൽക്കും. എന്നിട്ട് അപ്പുറത്ത് പള്ളിയിൽ ചെല്ലുമ്പം കുനിഞ്ഞു നിന്ന് കൊടുത്തു ഓശാന സ്വീകരിക്കും. മറ്റിടത്ത് തലയിൽ കൂടി കെട്ടിയും കെട്ടി ഷാള് വിട്ടോണ്ട് പോകും. ഹിന്ദുവിനോട് കാണിക്കുന്ന അവഗണന. മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാവരോടും തുല്യ പരിഗണന, എല്ലാത്തിനെയും ഒന്നുപോലെ കാണണം. ഹിന്ദുവിനെ ഞങ്ങള് ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒരേ തന്നെയാണ് കാണുന്നത്. അത് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട. ഈ രാജ്യത്ത് അങ്ങനെയല്ല. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാരുള്ളത് BJP-ക്കാണ്. ഈ ക്രിസ്ത്യൻ മുഖ്യമന്ത്രിമാരുള്ളത് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. നിങ്ങൾ ഇടതു മുന്നണിക്ക് പറയാൻ പറ്റുമോ കേരളത്തിൽ ഒരു ക്രിസ്ത്യാനിയെ മുഖ്യമന്ത്രിയാക്കാന്ന്? ഉറപ്പുണ്ടോ LDF-ന്? ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് കേന്ദ്രമന്ത്രി ജോർജ് പാടിനല്ല, ക്രിസ്ത്യാനിയെയും ഹിന്ദുവിനെയും ഒരേപോലെ പരിഗണിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MLA-മാര് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ MP-മാര് ഭാരതീയ ജനതാ പാർട്ടിക്കാണ്. ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻ ഗോവയിലെ മുഖ്യമന്ത്രി, മിസോറാമിലെ മുഖ്യമന്ത്രി, മേഘാലയയിലെ മുഖ്യമന്ത്രി. കണക്കറിയില്ലെങ്കിൽ പറഞ്ഞുതരാം.